കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, ലൈഫ് മിഷൻ വീട് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവ. ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഈ പദ്ധതികൾ കുടുംബങ്ങളുടെ നിലനിൽപ്പിനെയും ജീവിത സുരക്ഷയും ബാധിക്കുന്നവയാണ്. സർക്കാർ പ്രഖ്യാപനങ്ങൾ, ബജറ്റ് വകയിരുത്തലുകൾ, കുടിശ്ശിക വിതരണം, പുതിയ അപേക്ഷകൾ, അർഹതാ മാനദണ്ഡങ്ങൾ, ബാങ്ക് ക്രെഡിറ്റ് വൈകൽ, റേഷൻ കാർഡ് പരിശോധന, ഈക്വൈസി നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. 2026 കേരള ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി വലിയ തുക മാറ്റിവെച്ചതായും സർക്കാർ വ്യക്തമാക്കി. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതികൾ വയോജനങ്ങൾക്കും വിധവകൾക്കും അവിവാഹിത സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും കർഷക തൊഴിലാളികളും അടക്കമുള്ള നിരവധി വിഭാഗങ്ങൾക്ക് ആശ്രയമായി തുടരുകയാണ്. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് മാസവേതന രൂപത്തിൽ തുക നൽകുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ചിലർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റു ചിലർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും നേരിട്ട് വീട്ടിലെത്തിച്ചും വിതരണം തുടരുന്ന രീതിയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന പദ്ധതിയായി സ്ത്രീ സുരക്ഷാ പെൻഷൻ മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വുമൻ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസ ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതായി അറിയിക്കപ്പെട്ടു. നിരവധി ഘട്ടങ്ങളിലായ അപേക്ഷ പരിശോധനയും ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന മാസാന്ത ധനസഹായം പല കുടുംബങ്ങൾക്കും ഭക്ഷണത്തിനും മരുന്നിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കും വലിയ സഹായമായി മാറുകയാണ്. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കാത്ത സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി രൂപീകരിച്ചതെന്ന് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മഞ്ഞയും പിങ്ക് റേഷൻ കാർഡുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടുതൽ മുൻഗണന നൽകിയതായും അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അപേക്ഷകളുടെ പരിശോധനയിൽ ആധാർ, ബാങ്ക് അക്കൗണ്ട്, വരുമാന വിവരങ്ങൾ, റേഷൻ കാർഡ് ഭാഗം എന്നിവ പ്രധാനമായും പരിശോധിക്കപ്പെട്ടു. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചകളും ശക്തമാണ്. ചില രാഷ്ട്രീയ മുന്നണികൾ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്ന വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചതോടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയും രൂപപ്പെട്ടു. വിവിധ രാഷ്ട്രീയ ചർച്ചകളിലും സോഷ്യൽ മീഡിയ ചർച്ചകളിലും 3000 പെൻഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ ചെലവുകളും ഒരുപോലെ ചർച്ചയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിലെ ഭവനരഹിത കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി തുടരുകയാണ്. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സുരക്ഷിതമായി വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെ നിൽക്കുന്നവർ, തുകയുടെ ഗഡുക്കൾ വൈകുന്നതായി പരാതിപ്പെടുന്നവർ, പുതിയ ലിസ്റ്റിനായി കാത്തിരിക്കുന്നവർ എന്നിവരുടെ എണ്ണം ഇപ്പോഴും കൂടുതലാണ്. പഞ്ചായത്ത് തല പരിശോധനകൾ, രേഖാ പരിശോധന, ബാങ്ക് ലിങ്കിംഗ്, നിർമ്മാണ പുരോഗതി അപ്ലോഡ് എന്നിവ വഴി ഗുണഭോക്തൃ പട്ടിക പുതുക്കപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാൻ നിരവധി കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അർഹത പരിശോധന ശക്തമായ രീതിയിലാണ് നടക്കുന്നത്. റേഷൻ കാർഡ് ഭാഗം, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമി ഉടമസ്ഥാവകാശം, വീടിന്റെ നിലവിലെ അവസ്ഥ, കുടുംബാംഗങ്ങളുടെ എണ്ണം തുടങ്ങിയ ഘടകങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടുന്നു. വീടിന്റെ പണി പാതിയിൽ നിൽക്കുന്നവർക്ക് അധിക സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചതും തൊഴിൽ ചെലവ് കൂടിയതും പല ഗുണഭോക്താക്കൾക്കും വെല്ലുവിളിയായി തുടരുന്നു. കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ ആശ്വാസം നൽകുന്ന പദ്ധതി ഇത് തുടരുന്നു. അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാകുന്ന രീതിയിലാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ, ക്യാൻസർ ചികിത്സ, ഡയാലിസിസ്, ഗുരുതര രോഗ ചികിത്സകൾ എന്നിവയ്ക്കായി സഹായം ലഭിക്കുന്നതിനാൽ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. എന്നാൽ ചില സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ വിഭാഗങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന പരാതികളും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പൊതു ചർച്ചകളിലൂടെയും ഉയർന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പദ്ധതിയുടെ പരിധിയും ചികിത്സ ഉൾപ്പെടുന്ന വിഭാഗങ്ങളും സംബന്ധിച്ച് വ്യക്തമായ അറിവില്ലാത്തതിനാൽ അടിയന്തര സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ആരോഗ്യ സുരക്ഷാ പദ്ധതികളെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ജനങ്ങളിൽ ശക്തമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരം ക്ഷേമ പദ്ധതികളെയാണ്. വിലക്കയറ്റം, തൊഴിൽ പ്രതിസന്ധി, ചികിത്സാ ചെലവുകളുടെ വർധന, കടബാധ്യത, വരുമാനക്കുറവ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ പെൻഷനും സർക്കാർ സഹായ പദ്ധതികളും നിരവധി കുടുംബങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമുള്ള നിരവധി കുടുംബങ്ങൾ ഓരോ മാസവും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഈ സഹായത്തെയാണ് പ്രധാന വരുമാനമായി കാണുന്നത്.
റേഷൻ കാർഡ് ഇക്വൈസി, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ആധാർ ലിങ്കിംഗ് എന്നിവ പൂർത്തിയാക്കാത്തവർക്ക് ആനുകൂല്യ വിതരണം വൈകാനിടയുള്ളതിനാൽ ജനങ്ങൾ അതിനായി കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുണഭോക്തൃ പട്ടിക പുതുക്കൽ നടപടികൾ തുടരുന്നതിനാൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിലും പരിശോധനകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ സാമ്പത്തിക സഹായം മാത്രമല്ല, സാമൂഹിക സുരക്ഷയുടെ അടിസ്ഥാനം കൂടിയാണ്. വയോധികരായ മാതാപിതാക്കൾക്കും ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും രോഗബാധിത കുടുംബങ്ങൾക്കും ഇത്തരം പദ്ധതികൾ ജീവിതത്തിന്റെ ഉറച്ച പിന്തുണയായി തുടരുകയാണ്. സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷയും തമ്മിൽ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്. ഭാവിയിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ, വിതരണം കൃത്യമാക്കൽ, പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തൽ, ആരോഗ്യ ഇൻഷുറൻസ് വ്യാപനം, ഭവന പദ്ധതികളുടെ വേഗത കൂട്ടൽ എന്നിവയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.